നമസ്കാരം. മുഹമ്മദ് തുടങ്ങുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ. യൂട്യൂബിൽ എനിക്കറിയില്ല ഇതെന്താ കളി, എന്താ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കുറേ കേട്ടറിവാണ്, യൂട്യൂബിൽ തന്നെയുള്ള കേട്ടറിവാണ് ഞാനീ പറയുന്നത്. ഒരു എക്സ്പ്രഷനാണ് പറയുന്നത്. അതിനകത്ത് ജൂലിയസ് മാനുവൽ കോട്ടയം പുള്ളിയുടെ പറഞ്ഞതിനകത്ത് നിന്ന് അതിൻ്റെ കേസ് മാത്രമല്ല, ഗ്രീൻലാൻഡിലേക്ക്, നോർത്തേൺ ഗ്രീൻലാൻഡിലേക്ക് പോയ ആർട്ടിക്കിലേക്ക് പോയ റോബർട്ട് പിയറി, അയാളുടെ വൈഫ്, അതിനുശേഷം പോയ കുറേ ആൾക്കാരുടെയും ഒരു സഞ്ചാരത്തിൻ്റെ പ്രശ്നമാണ്. സഞ്ചാരത്തിനല്ല, കഷ്ടപ്പാടിൻ്റെയും ഒരു രാജ്യത്തിന് വേണ്ടി അവർ ഇത്രയും ദുർഘടം പിടിച്ച ഒരു കാര്യങ്ങൾ ഏറ്റിട്ട് ചെയ്തതിൻ്റെയും മരണപ്പെട്ടതിൻ്റെയും കഥയാണ് ഈ പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇതിനകത്ത് മറ്റൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും ജീവിക്കുന്നത് മറ്റൊരു യാത്രയില്ല. ആർട്ടിക്കില്ലെന്നേ ഉള്ളൂ. മരണം എല്ലാവർക്കും കിട്ടുന്ന കേസാണ്, ഫ്രീ അല്ല. എന്നാലും ഒരു യാത്രയുണ്ട്, ഒരു അതിജീവൻ. ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കറിയത്തില്ല ഇത് ഇപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതെവിടെ തുടങ്ങണം എങ്ങനെ എന്നല്ല. ചരിത്രവും ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയും നമ്മൾ അറിഞ്ഞിരിക്കും. വളരെ മനോഹരമായിട്ട് സാറ് പറഞ്ഞു. അപ്പോൾ നമ്മളും ആലോചിക്കുന്നുണ്ട്, ഞാനും ആലോചിക്കുന്നുണ്ട്, നമുക്ക് രാജ്യത്തിനില്ല ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഹിസ്റ്ററി. ആർട്ടിക്കൊന്നും ഇല്ല, എന്തായാലും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇല്ല. ഇത് നമ്മൾ ഒന്ന് അറിയേണ്ടത് ശരിക്കും. അതിനൊരു ഭംഗി. പിന്നെ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്ക് മഞ്ഞുമലയിൽ ജീവിതം അവസാനിച്ച് പോകേണ്ടി വന്നതും, ഇനി ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്ക് ഈ ആൾക്കാരെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അത് മഞ്ഞുമലയാന്ന് കൂട്ടിക്കോ. ഇവിടെ തന്നെ ഇത്രയും പേരുണ്ടായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിനകത്ത്. എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന പല കുറേ ആൾക്കാരുണ്ടാവും. വിഷയങ്ങൾ പലതായിരിക്കും, ഇഷ്യൂസ് ഉണ്ടാവാം. എന്നാലും ഒറ്റപ്പെടലെന്നും ഒരു വലിയൊരു ജയിലാണ്. നമ്മുടെ ഈ കോടതിയും പോലീസ് കേസും ഒരു ജയിലല്ലേ. ഒരാളെ തളർത്തുന്ന ഏറ്റവും വലിയ കാര്യം ഒറ്റപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇനി നമുക്ക് നാളെ ഒരു മറ്റു വീട്ടിൽ കാണാം ഇതിൻ്റെ ശേഷഭാഗമായിട്ട്. നന്ദി, നമസ്കാരം. ജയരാജ്.